നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം പനി കാരണം നല്ല ടയർഡായിട്ടാണ് എണീറ്റത്. പക്ഷേ എന്നാലും നമ്മളൊക്കെ എണീറ്റേ പറ്റുള്ളൂ അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ സൂപ്പർ വുമണാണ്. എന്താ വെച്ചാൽ എത്ര വയ്യെങ്കിലും, പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്ത് ബാക്കിയുള്ളവർ നോമ്പ് പിടിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഉഷാറാവും. വയ്യെങ്കിലും നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്ന് നമ്മളൊന്ന് ഉഷാറായി എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. ഞാൻ തലേ ദിവസം കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കിയെടുത്ത്, പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയ ബീഫിൻ്റെ കറിയുണ്ട്. അങ്ങനെ ആ 2 കറി വെച്ചിട്ട് മീൻ കറി വേണ്ടവർക്ക് മീൻ കറി കൂട്ടാം, ബീഫ് കറി വേണ്ടവർക്ക് ബീഫ് കറി കൂട്ടാം. മീനൊന്നും പൊരിച്ചതില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിച്ചതില്ലെങ്കിൽ കുട്ടികൾക്ക് ചോറ് തിന്നാൻ പൊതുവേ മടിയായിരിക്കുമല്ലോ. അത്താഴത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കണ്ണിൽ കണ്ടില്ലെങ്കിൽ ചോറ് തിന്നാൻ ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു കോഴിമുട്ട പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം പൊരിച്ച കടുക്കൻ്റെ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ മോനുള്ള ചോറിനൊന്ന് വാരി കൊടുക്കണം കേട്ടോ. പൊതുവേ ചോറ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഉമ്മമാർ ചെയ്യുക. അങ്ങനെ ഞാനും ചോറൊക്കെ കഴിച്ച് പിറ്റേ ദിവസം തിരൂരിന് പ്രാദേശിക അവധി ആയതുകൊണ്ട് സ്കൂൾ ലീവാണ്. അതുകൊണ്ട് ഞാൻ വേഗം ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഗുളികയും കഴിച്ച് കിടന്ന്.